we saw from the scripture what is this dedication or accepting the lordship of Christ. നമ്മൾ തിരുവചനത്തിൽ നിന്ന് കാണുകയുണ്ടായി എന്താണ് ഈ സമർപ്പണം അഥവാ കർത്തൃത്വത്തിന്റെ അംഗീകാരമെന്ന്. Dedication is, we all have a throne in our life. നമുക്ക് എല്ലാവർക്കും ഒരു സിംഹാസനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. And our self is on the throne. നമ്മുടെ സ്വയം അഥവാ സ്വയത്വം ആ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുകയാണ്. And we have to dethrone it and Christ has to be enthroned. ആ സിംഹാസനത്തിൽ നിന്ന് അതിനെ ഇറക്കി വിടുകയും ക്രിസ്തുവിനെ അതിൽ ഇരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. That is actual lordship. അതാണ് യഥാർത്ഥ കർത്തൃത്വം. Handing over our life to him. നമ്മുടെ ജീവിതത്തെ അവനിലേക്ക് കൈമാറുക. Give to him to do whatever he wants. അവന് എന്ത് ചെയ്യണമോ അത് ചെയ്യുവാൻ അനുവദിക്കുക. And he has told us he has a purpose, he has a plan for our life. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. And we need to give ourselves from a willing heart out of gratitude. ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്വമേധയായി നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. And he will never compel us. കർത്താവ് ഒരിക്കലും നമ്മെ നിർബന്ധിക്കുന്നില്ല. That's what we studied in the earlier class. അതാണ് നാം മുന്നേ കണ്ടത്. The second reason is, രണ്ടാമത്തെ കാരണം we are not ourselves, we belong to him. നാം താന്താങ്ങൾക്കുള്ളവരല്ല, അവനുള്ളവൻ അത്രേ. Because he has brought us with a price. അവൻ ഒരു വില കൊടുത്തു നമ്മെ വിലക്കുവാൻ. And we belong to him. നാം അവനുള്ളവരാണ്. So we have to give ourselves to him. അതുകൊണ്ട് നാം നമ്മെ തന്നെ അവന് കൊടുക്കുക. We saw from the scripture that we belong to him twice. നാം തിരുവചനത്തിൽ നിന്ന് കണ്ടു 2 പ്രാവശ്യം നാം അവന് അവകാശപ്പെട്ടതാണ്. He has created us for himself. അവൻ നമ്മെ തനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. But we were lost. നമ്മൾ എന്നാൽ നഷ്ടപ്പെട്ടു പോയി. He gave his own life and redeemed us. അവൻ തന്റെ സ്വന്തം ജീവനെ നൽകി നമ്മെ വിലക്കുവാൻ. So we are his twice now. അതുകൊണ്ട് നാം 2 പ്രാവശ്യം അവൻ അവകാശപ്പെട്ടു. His desire towards us is so great. നമ്മോടുള്ള അവന്റെ ആശ എന്നുള്ളത് വളരെ വലുതാണ്. Yes, my thoughts are going to Song of Songs and all. Let me leave it, otherwise it will be a problem. Time, yes. സമയക്കുറവ് മൂലം എൻ്റെ ചിന്തകൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്, അതൊക്കെ വിടുകയാണ്. There is a verse in Genesis that telling to the wife, your desire will be to your husband. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, അത് സ്ത്രീയോട് പറയുകയാണ് നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും എന്ന്. And every woman, there is a desire in the heart. എല്ലാ സ്ത്രീകൾക്കും ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ട്. We think it is a curse given by God. നാം അത് ദൈവം കൊടുത്ത ശാപമായിട്ട് കരുതാറുണ്ട്. Can you imagine if that curse was not there, what would have been the situation? ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ശാപം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? Yeah. But every woman has a desire to her husband. എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാരോടൊരു ആശയുണ്ട്, വാഞ്ചയുണ്ട്. That word is used only one more time in the scripture. മറ്റൊരു ഭാഗത്തും കൂടെയാണ് ആ പ്രയോഗം ഉപയോഗിച്ചത്. Only one more time. ഒറ്റ ഒരു പ്രാവശ്യം കൂടെ മാത്രം അത് ആവർത്തിച്ചിട്ടുണ്ട്. That is in Song of Songs. അത് ഉത്തമഗീതത്തിലാണ്. Chapter 7. ഉത്തമഗീതം 7-ാം അധ്യായം and verses 11. 11. Song of Songs chapter 7 and verses 11. ഉത്തമഗീതം 7:11. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. I belong to him, his desire is towards me. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ അവൻ്റെ ആഗ്രഹം എന്നോടാണ്. This is not the desire of the woman, but it is the desire of the Lord towards me. ഇത് സ്ത്രീയുടെ ആഗ്രഹമല്ല, മറിച്ച് കർത്താവിന് എന്നോടുള്ള ആഗ്രഹമാണ്. What a wonder it is. എന്തൊരു അത്ഭുതവും ആശ്ചര്യവും. The Lord desired us. He wanted to be with us. He wanted us to give ourselves to him. ദൈവത്തിന്റെ ആഗ്രഹം നമ്മളോടാണ്, നമ്മെ ആഗ്രഹിക്കുന്നു, നാം അവനോട് കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. I have wrote a book on Song of Songs, the full exposition, 2000 big book, but unfortunately it is all over now. ഉത്തമഗീതത്തെ അതിൻ്റെ മുഴുവൻ വിഷയങ്ങളെയും വിശകലനം ചെയ്തൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 2000 പ്രതി, പക്ഷെ അത് ഇപ്പോൾ ഇല്ല. That was the first book in Malayalam also. അത് മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. And I have wrote a book on death and afterlife in English and also translated to Malayalam.
മരണവും മരണാന്തര ജീവിതവും എന്ന പുസ്തകത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. Few copies I have brought. ചിലത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. If you want some copies, if somebody is coming for holidays, I can send through them. നിങ്ങൾക്കത് വേണമെങ്കിൽ അവധിക്കാലത്ത് വരുന്നവരുടെ കയ്യിൽ ഞാൻ I mainly wrote it in English thinking about the younger generation. യുവതലമുറയെ ഉദ്ദേശിച്ചാണ് ഞാൻ അത് ഇംഗ്ലീഷിൽ എഴുതിയത്. Death and afterlife. What happens after death? മരണവും മരണത്തിന് അപ്പുറം എന്ത് സംഭവിക്കുന്നു എന്നും. Anyhow, I think Lord wanted me to write more books. എന്തായാലും അധികം പുസ്തകങ്ങൾ എഴുതണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. And as the Lord leads, I will do it. കർത്താവ് നയിക്കുന്ന പോലെ ഞാൻ അത് ചെയ്യും. Let us come back to our thoughts. നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. See, we were thinking that the Lord has a great desire towards us. നാം ചിന്തിക്കുകയായിരുന്നു കർത്താവിന് നമ്മോടുള്ള ആഗ്രഹത്തെക്കുറിച്ച്. And third reason we should give to him is, മൂന്നാമത്തെ കാരണം നാം നമ്മെ തന്നെ അർപ്പിക്കേണ്ടതിന്റെ കാരണം, and we will read it from Romans chapter 14. റോമാലേഖനം 14 അധ്യായത്തിൽ നിന്ന് നമുക്ക് ആ ഭാഗം വായിക്കാം. Romans chapter 14. റോമാലേഖനം 14 അധ്യായം and verses 9. 9 വാക്യം. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. Yes, he wanted to be the Lord of the dead and the living. അവന് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിന് വേണ്ടി. He wanted to be the Lord. അവന് കർത്താവ് ആകേണ്ടതിന് വേണ്ടിയാണ്. What is the meaning of this lordship? We are meditating on it. കർത്തൃത്വം എന്നാൽ എന്താണ്? നാം അതിനെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. You know, when you turn to the book of Joshua, യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ very beautifully illustrated there. അവിടെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. You know, when you come to chapter 5, 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ, Joshua chapter 5, യോശുവയുടെ പുസ്തകം 5 അധ്യായം, we read from verse 13 to 15. 13 മുതൽ 15 വരെ നമ്മൾ No need of reading all the passage. അത് പൂർണ്ണമായും വായിക്കേണ്ടതില്ല. Joshua was near Jericho. യോശുവ യെരിഹോവിന് സമീപമാണ്. And they were there to capture Jericho. അവര് യെരിഹോ പിടിച്ചടക്കാൻ പോവുകയാണ്. As he was near Jericho, യെരിഹോവിനെ സമീപിച്ചപ്പോൾ he saw a person standing there with a drawn sword. ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരുവൻ നിൽക്കുന്നത് കണ്ടു. He didn't understand who it is. അത് ആരാണെന്ന് മനസ്സിലായില്ല. When Joshua went to him and asked one question, യോശുവയുടെ അടുക്കൽ ചെന്ന് ഒരു ചോദ്യം ചോദിച്ചു. The last part of verse 13. 13 ഒടുവിലത്തെ ഭാഗം. Are you for us or are you against us? നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. Joshua didn't understand who it is. യോശുവയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലായി. It is actually the blessed Lord. അത് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്. It is one of the appearances of the Lord in the Old Testament. അത് പഴയ നിയമത്തിൽ കർത്താവിന്റെ ചില പ്രത്യക്ഷതകളിൽ ഒരു പ്രത്യക്ഷത. The Lord is standing there with the drawn sword. നമ്മുടെ കർത്താവ് ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ നിൽക്കുക. And look at verses 14. His answer. 14 വാക്യത്തിൽ അതിന്റെ ഉത്തരം കാണാം. He said, "No, but as a commander of the army of the Lord I have come now." അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപനായി ഇപ്പോൾ വന്നിരിക്കുന്നു. He has not come down to take one side or the other side. ഇരുപക്ഷത്തെയും ഉൾക്കൊള്ളുവാൻ വേണ്ടി വന്നവനല്ല ഇപ്പോൾ. Yes, he has come as the commander of the Lord's army. ഇപ്പോൾ വന്നിരിക്കുന്നത് യഹോവയുടെ സൈന്യത്തിന്റെ അധിപനായിട്ടാണ്. He is the commander. താൻ സൈന്യത്തിന്റെ അധിപനാണ്. What is meaning to be a commander? സൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? He is the one who commands the soldiers what to do, where they should stand, etc. താനാണ് ഏത് സൈന്യം എവിടെ എപ്പോൾ നിൽക്കണമെന്ന് ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നവൻ. This is the lordship. ഇതാണ് കർത്തൃത്വം. He is the one who commands us what to do. കർത്താവാണ് കൽപ്പിക്കേണ്ടത് നാം എന്ത് ചെയ്യണമെന്ന്. Yes, that is the lordship. അതെ, അത് തന്നെയാണ് In the Christian service, ക്രൈസ്തവ ശുശ്രൂഷയിൽ he is the one who gives the gift and asks the people what to do. അവനാണ് നമുക്ക് താലന്തുകൾ തരുന്നതും നാം എന്ത് ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും. So we need to give ourselves because he wanted to be the Lord of his people. അപ്പോൾ നാം നമ്മെ തന്നെ അർപ്പിക്കണം. കാരണം എന്തെന്നാൽ നാം അവന്റെ ജനം ആകേണ്ടതിന് വേണ്ടിയാണ്. If we submit ourselves into his hand,
and accept him as the commander of the Lord, then we will become a mighty army in this world. നാം അവന്റെ കരക്കീഴിൽ വിധേയപ്പെട്ട് നിൽക്കുന്നു എങ്കിൽ, നമ്മെ തന്നെ അർപ്പിക്കുന്നു എങ്കിൽ, അവന്റെ ശക്തമേറിയ സൈന്യമായി ഈ ലോകത്തിൽ നാം വർദ്ധിക്കും. The failure that happened to the church is, സഭകളിൽ ഈ നാളുകളിൽ കണ്ടുവരുന്ന പരാജയം, yes, they are not accepting or him as the leader or commander of the army. അതെ, ഈ സഭകൾ പലതും ഇന്ന് അവന്റെ കർത്തൃത്വത്തെയോ അവന്റെ നേതൃത്വത്തെയോ അംഗീകരിക്കുന്നില്ല. Yes, if they would have accepted it, the church would have become a mighty army in this world where the enemy is ruling. അതെ, ഈ കർത്താവിന്റെ കർത്തൃത്വവും നേതൃത്വവും അംഗീകരിച്ചുവെങ്കിൽ ഒരു മഹാശക്തിയായി ഈ ഭൂമിയിൽ മാറുമായിരുന്നു. You know, many times in the book of Song of Songs it is mentioned. ഉത്തമഗീതത്തിൽ പല ആവർത്തി അത് പറഞ്ഞിട്ടുണ്ട്. You know, when you turn, I'll take at least one. അതിലൊന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. You know, when you come to Song of Songs chapter 6, ഉത്തമഗീതം 6-ാം അധ്യായത്തിലേക്ക് you വരുന്നു. know, it is mentioning about the church. അവിടെ സഭയെക്കുറിച്ചുള്ള പരാമർശം കാണാം. Verses 10. 10-ാമത്തെ Who വാക്യം. is she who looks forth as the morning, fair as the moon, clear as the sun, awesome as an army with banner? അരുണോദയം പോലെയും ശോഭയും ചന്ദ്രനെ പോലെയും സൗന്ദര്യവും സൂര്യനെ പോലെയും നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെയും ഭയങ്കരത്വവും ഉള്ളൊരുവൾ ആർ. Yes, she is like an army, awesome army with a banner. അതെ, അവൾ ഒരു ഭയങ്കര സൈന്യം പോലെ കൊടികളോട് കൂടിയതുപോലെ കാണുന്നു. We were reading Song of Songs chapter 6 verse 10. നമ്മൾ ഉത്തമഗീതം 6-10 നമ്മൾ വായിച്ചു. It's told again in in many other passages. മറ്റ് പല ഭാഗങ്ങളിലും അത് രണ്ടാമത് ഉദ്ധരിച്ചിട്ടുണ്ട്. Verses 4 also in that same chapter. അതിലെ 4-ാമത്തെ വാക്യത്തിലും അപ്രകാരം ഒരു പ്രയോഗം. Awesome as an army with banner. കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കര. Chapter 5 and verses 10. 5-10. And there my beloved is white and ruddy, chief among 10,000. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. You know, he is the banner bearer. He is the chief among the myriads of people. അവനാണ് കൊടിയും അതുപോലെ തന്നെ അതിശ്രേഷ്ഠനായവൻ 10,000 പേരിൽ ശ്രേഷ്ഠൻ. So he is bearing the banner for the church. അവനാണ് സഭയ്ക്ക് വേണ്ടിയുള്ള കൊടി ഉയർത്തിയവൻ. And everyone in the assemblies, under him, under the commander, under his lordship, they become a mighty army marching in this world. സഭയിലുള്ള സകലരും അവന് കീഴെ അവന്റെ നേതൃത്വവും കർത്തൃത്വവും അംഗീകരിച്ചുകൊണ്ട് ഒരു ശ്രേഷ്ഠ സൈന്യം പോലെ അവന്റെ പിന്നിൽ അണിനിരക്കുന്നു. One day we are going to know his greatness. ഒരു ദിവസം നാം അവന്റെ മഹാവലിപ്പത്തെ ഗ്രഹിക്കാൻ പോകും. Today we haven't accepted his greatness. ഇന്ന് നമ്മൾ അതിന്റെ അളവിൽ അംഗീകരിച്ചിട്ടില്ല. Who is he? ആരാണവൻ? He is the creator of this world. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. Very God. യഥാർത്ഥ ദൈവം. He is pleading with us, give your life into my hand and I will lead you. അവൻ ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തെ എന്റെ കയ്യിൽ തരിക, ഞാൻ നയിക്കാം. I have read one incident that happened in England. ഇൻഡോറിൽ സംഭവിച്ച ഒരു ഇവിടെ UK-ൽ സംഭവിച്ച ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ വായിക്കുക. You had a queen, she was very favorite of the people. ജനങ്ങൾക്ക് സമ്മതയായ ഒരു രാജ്ഞി ഉണ്ടായി. Her name is Queen Mary. ക്വീൻ മേരി എന്നായിരുന്നു അവരുടെ. Since she was so favorite of the people, ജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളവളായിരുന്നു. some of the summer time she used to spend her time in Balmoral Castle and she used to spend that time. അതുകൊണ്ട് സമ്മർ കാലങ്ങളിൽ ബാൻമോർ പാലസിൽ സമയം ചെലവഴിക്കുമായിരുന്നു. So one day without escort she was walking. പരിചാരകരില്ലാതെ താൻ നടന്നു പോവുകയാണ്. And as she was walking, അങ്ങനെ സംരക്ഷകരില്ലാതെ ഒറ്റയ്ക്ക് വഴിയിൽ യാത്ര ചെയ്യുന്നു. Immediately the rain came. പെട്ടെന്ന് മഴ വന്നു. She went to the one door. ഒരു വാതിൽ, ഒരു വീടിന്റെ ഒരു വാതിൽക്കൽ ചെന്നു. She knocked. അവിടെ ചെന്നു and asked for an umbrella. ഒരു കൊടയ്ക്ക് വേണ്ടി ചോദിച്ചു. And they gave a broken umbrella. അവരൊരു ഒടിഞ്ഞ കുടയാണ് നീട്ടിയത്. She used that umbrella and went away. ആ ഒടിഞ്ഞ കുടയുമായിട്ട് അവർ പോയി. She told, I will give it back. ഞാനത് തിരിച്ചു കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞു. So next day,
അതുകൊണ്ട് അടുത്ത ദിവസം On the horseback, a policeman came with this umbrella in a cover, thanking from Queen Mary. വലിയ ഒരു സൈന്യം വന്ന് ആ കൊട ഒരു കവറിലാക്കി രാജ്ഞിയുടെ താങ്ക്സുമായിട്ട് അവിടെ കൊടുത്തു. That time only they understood it was the queen who asked this. ആ നിമിഷമാണ് അവർ മനസ്സിലാക്കിയത് ഇത് ചോദിച്ചത് ഒരു രാജ്ഞിയായിരുന്നു. As the soldier was going away, ആ പട്ടാളക്കാരൻ മടങ്ങുമ്പോൾ he could hear some voice. അവിടെ പുറകിൽ ചില ശബ്ദങ്ങൾ കേട്ടു. Had I known it was the queen, I would have given my best umbrella. അത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ രാജ്ഞിയാണ് എന്ന് എൻ്റെ ഏറ്റവും മികച്ചത് ഞാൻ കൊടുക്കും. Had I known it was a queen, I would have given my best umbrella. അത് രാജ്ഞിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഏറ്റവും മനോഹരമായ കുട ഞാൻ. Oh, one day we will know his glory. ഒരു ദിവസം നാം അവന്റെ യഥാർത്ഥ മഹത്വം. One day we will see him in his glory. ഒരു ദിവസം അവന്റെ സമ്പൂർണ്ണ മഹത്വത്തിൽ That നമ്മൾ time we want to give him everything we have. അന്ന് നമുക്ക് ഉള്ളത് മുഴുവൻ കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. But today he is seeking and looking at the people who is going to accept him and give, to him. പക്ഷേ ഇന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് അവൻ അംഗീകരിക്കുന്നത്, ആരാണ് സമ്പൂർണ്ണമായി അവന് സമർപ്പിക്കുന്നത്. So now we have seen why we should give. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നാം അവന് Why we should accept his lordship. എന്തുകൊണ്ട് നാം അവന്റെ കർത്തൃത്വം Now I am അംഗീകരിക്കണം. going to rest of the time take another very, 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 very important thing in relation to this. ഇതിനോട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. How to dedicate ourselves. എങ്ങനെ നമ്മെ തന്നെ സമർപ്പിക്കാം. This is hardly taught in the assemblies now. ഇത് വളരെ വിരളമായിട്ടാണ് ഈ നാളുകളിൽ സഭകളിൽ How പഠിപ്പിക്കുന്നത്. to dedicate. എങ്ങനെ സമർപ്പിക്കണം. We may say that we have already dedicated. നാം പറയാറുണ്ട് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. I sincerely I must say, Lord, I have given myself to you, take me and use. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാൻ കർത്താവേ ഞാൻ എന്നെ തന്നെ തന്നു കഴിഞ്ഞു, എന്നെ എടുത്ത് ഉപയോഗിച്ചു. And the Lord will tell, I cannot use you. അപ്പോൾ കർത്താവ് പറയും എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. What is the reason? എന്താണ്? I have prayed, Lord, take me and use you. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നെ എടുത്ത് ഉപയോഗിച്ചോളൂ. The Lord will say, I cannot use you. കർത്താവിന്റെ മറുപടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. There is a way to present ourselves. കർത്താവിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. This is a very crucial thing in the spiritual life. അതീവ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. If you need to be used by God, this has to be applied. കർത്താവിന് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ ഇത് നമ്മൾ പ്രയോഗിക്കണം. How to dedicate? എങ്ങനെ സമർപ്പിക്കാം. I am going to read that verse. ആ വാക്യം ഞാൻ വായിക്കാൻ. Then the rest of the time I am going to explain that. തുടർന്ന് ഞാൻ അത് വിശദീകരിക്കും. And I will tell you something after reading this. ഇത് വായിച്ചതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയാം. You come to Romans chapter 6. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. I am going to ask you a question also. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ പോകും. After reading this verse. ഈ വാക്യം വായിച്ചതിന് ശേഷം. Romans chapter 6 verse 13. റോമാലേഖനം 6:13. Do not present your members as instruments of unrighteousness to God, but present yourself to God as being alive from dead, and your members as instruments of righteousness to God. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. Let me ask you a question. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. How to present? എങ്ങനെ സമർപ്പിക്കണം? I'm not putting you in trouble. ഞാൻ നിങ്ങളെ ഒരു പ്രശ്നത്തിലേക്ക് ഇടുന്നു. I have asked this question in many brethren assemblies. ഞാൻ അനേക ബ്രദറൻ സഭകളിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചു. I'll tell you something that almost none has told the correct answer. ആരും ശരി ഉത്തരം പറയാത്ത ഒരു കാര്യം ഞാൻ. Now you keep this answer in your mind. Don't tell it out. ഇത് നിങ്ങൾ പുറത്തു പറയേണ്ട മനസ്സിൽ വെച്ചോ. From that verse, how to present yourself? ഈ വാക്യത്തിൽ നിന്ന് എങ്ങനെ നമ്മെ സമർപ്പിക്കാം? I will tell you how it is. ഞാൻ നിങ്ങളോട് പറയാം. It is written there, present yourself to God as being alive from dead. മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളെ തന്നെ സമർപ്പിപ്പി. First you need to die, then you need to present. ആദ്യം നിങ്ങൾ മരിക്കണം, എന്നിട്ട് സമർപ്പിക്കണം. You need to die to yourself. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയത്തെ മരിപ്പിച്ചിട്ട് വേണം. You need to die and then you need to present. നിങ്ങൾ മരിക്കണം, എന്നിട്ട് സമർപ്പിക്കണം. Otherwise it will be like Peter who told, Lord, it should not happen.
അല്ലാത്ത പക്ഷം പത്രോസിനെ പോലെ കർത്താവേ എന്ന് വിളിച്ചിട്ട് അത് സംഭവിക്കരുതേ എന്ന് പറഞ്ഞു. Peter was not dead to himself at that time. പത്രോസ് തന്റെ സ്വയത്തിൽ മരിച്ചിട്ടില്ലായിരുന്നു ആ നിമിഷം. I understood this clearly when I, took it in relation to some Old Testament studies. ഇത് ഞാൻ പഴയ നിയമ ഭാഗങ്ങളുമായിട്ട് തട്ടിച്ച് പഠിച്ചപ്പോഴാണ് പല കാര്യങ്ങൾ കൂടുതലായിട്ട് Old വിളിച്ചത്. Testament types is so favorite to me. പഴയ നിയമകാലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. I have spent 2.5 years to study the book of Leviticus. ലേവ്യ പുസ്തകം പഠിക്കാൻ 2.5 വർഷം ഞാൻ വിനിയോഗിച്ചു. I can take the full book, class. ഈ മുഴുവൻ പുസ്തകവും അത് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുവാൻ എനിക്ക് സാധിക്കും. But I spent 2.5 years. ഞാൻ 2.5 വർഷം അതിന് But I can tell you it was such a profitable study. അത് അത്രയേറെ പ്രയോജനമേറിയ ഒരു പഠനം. Now this same truth what we read in Romans is taught in the Old Testament. ഈ റോമാലയനത്തിൽ പറഞ്ഞ അതേ കാര്യം പഴയ നിയമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. The law we read in Hebrews, I am not taking the verses, we read in Hebrews, the law was the shadow of coming good thing. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു വരുവാനുള്ളതിന്റെ നന്മയാണ് ന്യായപ്രമാണം. വരാനിരുന്ന നന്മയുടെ നിഴലാണ് ന്യായപ്രമാണം. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്. വരുവാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു ന്യായപ്രമാണം. So all what we are enjoying is the true thing and what is in the Old Testament was a shadow only. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന യഥാർത്ഥ മനോഹരമായ കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നിഴലായിരുന്നു. So I want to, there is 2 types for sin in the Old Testament. പാപത്തെ 2 രീതിയിൽ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. Two type, 2 type, 2 type. ദൃഷ്ടാന്തം 2 ദൃഷ്ടാന്തം അങ്ങനെ പറഞ്ഞാൽ. 2 illustrations for sin. One is leaven, another is leprosy. ഒന്ന് പുളിപ്പും കുഷ്ഠവും. I thought in the earlier time why God has to give so detail about leprosy. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ കുഷ്ഠരോഗത്തെ കുറിച്ച് ഇത്രയും വിശദീകരിക്കേണ്ട ആവശ്യം. Chapters on leprosy. കുഷ്ഠരോഗത്തെ കുറിച്ച് അധ്യായങ്ങളോളം അധ്യായങ്ങൾ ഉണ്ട്. What meaning is there? അതിന്റെ ആവശ്യം എന്താ? But when I came to understand leprosy is a type of sin. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു തരം പാപത്തിന്റെ നിഴലാണ്. Then I understood the true meaning of these verses. പിന്നീടാണ് ഇതിന്റെ യഥാർത്ഥ പൊരുളുകൾ ഓരോ വാക്യത്തിലും. It's the same thing this leaven also. അതുപോലെ തന്നെയാണ് ഈ പുളിപ്പും. You see both these things, leprosy and leaven, it works slowly. ഈ പുളിപ്പും കുഷ്ഠവും വളരെ സാവധാനമാണ് ശരീരത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. If it is not arrested, അത് പിടിച്ചടക്കിയിട്ടില്ലെങ്കിൽ it will destroy that mass. അത് അതിന്റെ മുഴുവൻ മാവ് അല്ലെങ്കിൽ ശരീരത്തെ നശിപ്പിച്ചു. Yes, it will destroy. So you have to be careful with this leaven or leprosy. അതുകൊണ്ട് പുളിപ്പിനെയും കുഷ്ഠത്തെയും കുറിച്ച് ശ്രദ്ധിക്കണം. അത് മുഴുവനായിട്ട് നശിപ്പിച്ചു. If somebody got leprosy, there won't be any pain. ആർക്കെങ്കിലും കുഷ്ഠമുണ്ടെങ്കിൽ അവർക്ക് വേദന ഉണ്ടാകില്ല. That is a speciality of leprosy. അതാണ് കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത. This is a type of sin. അതൊരു തരം പാപത്തെ കാണിക്കുന്നു. So when you see the scripture, God says to remove leprosy from 3 places. He is asking to remove leaven from 3 places. അപ്പോൾ തിരുവഴുത്തിൽ 3 സ്ഥലങ്ങളിൽ നിന്ന് കുഷ്ഠരോഗത്തെ നീക്കുവാനും 3 സ്ഥലങ്ങളിൽ നിന്ന് പുളിപ്പ് നീക്കുവാനും നമുക്ക് കാണാൻ സാധിക്കും. These 2 places say the same place. ഈ 3 സ്ഥലങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരേ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരേ വിഷയങ്ങൾ. I will just take it in order to see the beauty of the scripture. അതിന്റെ മനോഹാരിത്വം കാണിക്കാൻ വേണ്ടി ഞാൻ അത് എടുത്തു കാണിച്ചു. Turn with me to Exodus chapter 13. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരാം. When you come there, the Lord speaks 3 areas from where leaven should be removed. 3 സ്ഥലങ്ങളിൽ നിന്ന് ഈ പുളിപ്പ് നീക്കം ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. Exodus chapter 13, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം verses 7. 7-ാമത്തെ വാക്യം. No leaven should be seen among you. 7 ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. In you
no leaven with you. നിന്നിൽ പുളിപ്പ് കാണരുത്. That is your personal life. അത് നിന്റെ വ്യക്തിപരമായ സ്വകാര്യ ജീവിതത്തെ കാണിക്കും. Yeah, let us keep one finger here, turn to Leviticus. ഒരു വിരലൂടെ വെച്ചിട്ട് ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. Leviticus chapter 13. ലേവ്യ പുസ്തകം 13-ാം അധ്യായം And verses 2. രണ്ടാമത്തെ വാക്യം. When a man has the skin or his body swelling or a leprosy on the body, that is personal life. ഒരു മനുഷ്യന്റെ ത്വക്കിൽ Yeah, that is. തിണർപ്പോ ചുണങ്ങോ It is speaking about the leprosy on the body. അത് ശരീരത്തിലുള്ള കുഷ്ഠരോഗത്തെ കാണിക്കുന്നു. That is your personal life. അതും സ്വകാര്യ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തെ No കാണിക്കുന്നു. leprosy on your body. ശരീരത്തിന്മേൽ കുഷ്ഠം ഉണ്ടാകാം. No leaven with you. നിന്നിൽ പുളിപ്പുണ്ടാകരുത്. That is personal life. അത് വ്യക്തിപരമായ ജീവിതത്തെ Now കാണിക്കുന്നു. turn to Exodus chapter 12 and verses 20. പുറപ്പാട് 12-20 വരാം. 12 and 12 and 15. 12-15. 7 days you shall eat unleavened bread. On the first day you shall remove leaven from your houses. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. No sin in your house. നിങ്ങളുടെ വീടുകളിൽ പാപമുണ്ടാകരുത്, That is your പുളിപ്പുണ്ടാകരുത്. family life. അത് നമ്മുടെ കുടുംബ ജീവിതത്തെ കാണിക്കും. Turn to Leviticus chapter 14. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരാം. And verses 35. 35-ാമത്തെ വാക്യം. There it is taught the leprosy can come on the leprosy can come on the house. അവിടെ കുഷ്ഠരോഗം ഭവനത്തിന്മേൽ വരാം. Yes, it is what taught there. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. The third place. 3-ാമത്തെ സ്ഥാനം Exodus chapter 13 verses 7. പുറപ്പാട് പുസ്തകം 13-7. We read it, now we are reading the second part, last part. നമ്മളത് വായിച്ചു. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. No leaven be seen among in your quarters. നിന്റെ അതിർക്കകത്തെങ്ങും പുളിച്ച മാവ് കാണരുത്. That's your business life. അത് നമ്മുടെ വ്യാപാര ജീവിതത്തെ കാണിക്കുന്നു. Your quarters where you are spending your time. അത് നമ്മുടെ അതിരുകൾ അല്ലെങ്കിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന മേഖലകളെ കാണിക്കുന്നു. Now come to Leviticus chapter 13. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. Verses 48. 48-ാമത്തെ വാക്യം. There you read that no leprosy should be on the cloth. ഏത് വസ്ത്രത്തിങ്കൽ മേലും കുഷ്ഠരോഗം കാണരുത് എന്ന് പറയുന്നു. That shows your testimony. വസ്ത്രം സാക്ഷ്യത്തെ കാണിക്കുന്നു. So 3 places. അപ്പൊ 3 സ്ഥാനങ്ങൾ. No leaven in your personal life. പുളിപ്പ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണരുത്. It's the same thing, no leprosy on you. അതുപോലെ തന്നെ കുഷ്ഠരോഗവും നിങ്ങളുടെ മേൽ കാണരുത്. No leprosy in your house. കുഷ്ഠരോഗം നമ്മുടെ ഭവനത്തിൽ കാണരുത്. No leaven in your home. പുളിപ്പ് നിങ്ങളുടെ വീട്ടിലെങ്ങും കാണരുത്. No leaven in your quarters. നമ്മുടെ അതിർത്തിയെങ്കിൽ അഥവാ വ്യാപാര മേഖലയിൽ പുളിപ്പ് കാണരുത്. No leprosy on the garments where people are seeing. അതുപോലെ തന്നെ മറ്റുള്ളവർ വീക്ഷിക്കുന്ന വസ്ത്രത്തിന്മേൽ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ. We understand that we as believers, one verse we will read. Turn to 1 Corinthians chapter 5. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ഭാഗം വായിക്കാം. Then we will come to the truth we are meditating. അത് കഴിഞ്ഞിട്ട് നമ്മൾ ധ്യാനിക്കുന്ന സത്യത്തിലേക്ക് മടങ്ങി വരാം. 1 Corinthians 5:7. 1 കൊരിന്ത്യർ 5:7. Purge out the old leaven that you may be a new lump, since you truly are unleavened. For indeed Christ our Passover sacrifice for us. Therefore let us keep the feast not with the leaven but with the unleavened bread. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ട ക്രിസ്തുവും തന്നെ. See, after the Passover, പെസഹയ്ക്ക് ശേഷം immediately the Israelites have to remove the leaven from their homes, their houses, from their personal possession, and to celebrate unleavened bread festival. പെസഹയ്ക്ക് ശേഷം എത്രയും പെട്ടെന്ന് ഇസ്രായേൽ മക്കൾ അവരിൽ നിന്നും അവരുടെ വ്യക്തിപരമായ ജീവിതം, വീട്, മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നും പുളിപ്പ് നീക്കം ചെയ്യണം. Turn to Leviticus 23. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് വരാം. See, the date is told there.
അവിടെ കൃത്യമായ ദിവസം പറഞ്ഞിട്ടുണ്ട്. Look at verses 5. ലേവ്യ പുസ്തകം 23:5. On the 14th day, first month twilight, Lord's Passover. Passover is on the 14th day evening. ഒന്നാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. Look at verses 6. 6-ാം വാക്യം. 15th day, unleavened bread. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 14th evening, Passover. 14 സന്ധ്യാസമയത്ത് പെസഹ. And 15th it is unleavened bread. 15-ാം തീയതി അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. Corinthians, Paul wrote, our Passover lamb is slain. കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. So we should celebrate our life as unleavened bread. അപ്പോൾ നമ്മുടെ ജീവിതത്തെ പുളിപ്പില്ലായ്മ കൊണ്ട് ആഘോഷിക്കണം. This cannot be separated. ഇത് വിഭജിക്കാൻ കഴിയുന്നതല്ല. The Israelites celebrated together these two festivals. എപ്പോ ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്തതും പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത പെരുന്നാളും ഒരുമിച്ച് ആചരിച്ചു. Yeah, because it is inseparable. കാരണം ഇത് വിഭജിക്കാൻ കഴിയാത്ത ഒന്നാണ്. That is the way the Lord has given that date. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ദൈവം അതിന് ഡേറ്റ്. Do you know, when you come to the Lord, നാം കർത്താവിലേക്ക് വരുമ്പോൾ we repent about our sin, നമ്മുടെ പാപത്തെ കുറിച്ച് പശ്ചാത്തപിച്ച്, and we purge out the old leaven, that the sinful life. ആ പഴയ പാപത്തിന്റെ ജീവിതത്തെ നാം നമ്മിൽ നിന്ന് നീക്കം ചെയ്യുന്നു. And Lord is very serious. If anyone eat the leaven, cut him off. ആ ദൈവം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പുളിപ്പ് ഭക്ഷിച്ചാൽ അവനെ ഛേദിച്ചു കളയണം. And the New Testament in Galatians we read, little leaven will leaven in the whole lump. ഗലാത്യലേഖനത്തിൽ വായിക്കുന്നു, അല്പം പുളിമാവ് പിണ്ടത്തെ അല്ലെങ്കിൽ മാവിനെ മുഴുവനും പുളിപ്പിച്ചു കളയണം. So don't keep any leaven with us. അതുകൊണ്ട് ഒരു തരി പുളിപ്പ് നമ്മിൽ. So every believer who have accepted Lord Jesus, they have celebrated the Passover. Immediately they have to purge out all leaven. അപ്പോ എല്ലാ വിശ്വാസികളും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവർ പെസഹ ആചരിച്ചു. അപ്പോൾ തന്നെ പുളിപ്പ് ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം. Israelites had a festival immediately after Passover known as unleavened bread festival. ഇസ്രായേൽ മക്കൾക്ക് പെസഹ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 7 days they have to celebrate without unleavened bread festival. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ആഘോഷിക്കേണ്ട പെരുന്നാൾ. Now we are coming to the thought which was in my mind. ഇനി നമ്മൾ ആ ചിന്തയിലേക്ക് മടങ്ങി വരാം. Look at chapter 23. 23-ാം അധ്യായം and verses 15 onwards. 15-ാം വാക്യം മുതൽ. There the Lord is teaching about the day of Pentecost. അവിടെ കർത്താവ് പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ച് പഠിപ്പിക്കുക. We know it is the birthday of the church. നമുക്കറിയാം അത് സഭയുടെ ആരംഭ ദിവസമാണ്. And there whatever the Lord says, you can understand something about the church. അപ്പോൾ അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സഭയെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. We are going to see a very crucial truth here. ഇവിടെ വളരെ കൃത്യമായ ഒരു സത്യത്തെ നമുക്ക് ഗ്രഹിക്കാൻ What they have to do on the day of Pentecost? പെന്തക്കോസ്ത് നാളിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? Look at verses 17. 17-ാമത്തെ വാക്യം. You shall bring from your dwelling 2 waves loaf, 2/10 of an ephah. They shall be of fine flour. They shall be baked with leaven. They are the first fruit to the Lord. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ള പുളിപ്പിച്ച ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. See, on the day of Pentecost, പെന്തക്കോസ്ത് പെരുന്നാളിന്റെ 1-ാം ദിവസം 2 bread. 2 അപ്പം. They are lifting up before God. ദൈവത്തിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുന്നു. You know what this 2 bread shows? ഈ 2 അപ്പം എന്തിനെ കാണിക്കുന്നു? Jews and Gentiles. യഹൂദനെയും യവനനെയും കാണിക്കുന്നു. But the very important thing here, ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഇവിടെ so far the Lord told no leaven should be with you. ഇതുവരെയും പുളിപ്പ് നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. But on the day of Pentecost, the bread that shows the church, God says bring it with leaven. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ കൊണ്ടുവരേണ്ട അപ്പം എന്നുള്ളത് പുളിച്ച മാവോട് കൂടെ ഉള്ളതായിരിക്കണം. Sisters, I am going to ask you a question. സൗകര്യമാരോട് ചോദ്യം. We make appam. നമ്മൾ അപ്പം ഉണ്ടാക്കും. For appam we use yeast. നമ്മൾ അത് വീർക്കാൻ വേണ്ടി ഈസ്റ്റ് ഉപയോഗിക്കും. Yeast is actually leaven. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുളിപ്പാ.
And you take a dough and put leaven and keep it in the kitchen night time. അത് കുറച്ച് മാവെടുത്ത് അത് ഉണ്ടാക്കി അത് രാത്രി പുളിക്കാനായിട്ട് കിച്ചണിൽ വെക്കും. In the night time you went to the kitchen. രാത്രി കിച്ചണിലേക്ക് ചെല്ലുക. You saw it is puffed up and it is coming out of the vessel. അത് വീർത്ത് പാത്രത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ വീർത്തു വരിക. In order to stop, what we should do? അത് നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇളക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കണം. Anything more? വേറെ എന്തെങ്കിലും ചെയ്യണോ? പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടണം. ഉപ്പിടണം. ഉപ്പ്. No one has told the answer. If you have to stop it, there is only one way. അത് നിർത്താൻ ഒരു വഴിയുള്ളൂ. You bake it. അത് അപ്പം ചൂടാ. What happens when you bake? അതാ ചുടുമ്പ് എന്ത് സംഭവിക്കും? The leaven will be dead. ആ പുളിപ്പിന്റെ അവസ്ഥ മരിക്കും. This is what God told here. അത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറഞ്ഞത്. Bring 2 bread with leaven. പുളിച്ച മാവ് കൊണ്ട് ഉണ്ടാക്കിയ 2 അപ്പം കൊണ്ടുവരിക. Look at verse 17. 17-ാം വാക്യം ശ്രദ്ധിക്കുക. You bring it after baking it. അത് ചുട്ടതിന് ശേഷം കൊണ്ടുവരിക. That means you need to put it into the oven. അത് ഓവനിൽ വെച്ച് ചുട്ടെടുക്കണം. Once you put it in the oven, അത് അടുപ്പിലേക്ക് വച്ച് കഴിയുമ്പോൾ the principle of death will come and the leaven will be dead. മരണത്തിന്റെ പ്രമാണം അവിടെ വരികയും പുളിപ്പ് മരിക്കുകയും ചെയ്യും. That is the reason the bread we keep in homes, they don't get puffed up. അതുകൊണ്ടാണ് ഈ ഇതിൽ വയ്ക്കുന്ന മാവ് പുളിച്ചു വരാത്തത്. The bread also which we keep in home. വീട്ടിൽ വയ്ക്കുന്ന ബ്രെഡ് പിന്നെ പുളിച്ച് ഇത് വരാത്തതിന്റെ കാരണം കാരണം the leaven inside is dead. അതിന്റെ പുളിപ്പ് ഉള്ളിൽ തന്നെ അത് മരിച്ചു അല്ലെങ്കിൽ ചത്തു. Is it not the same thing we read in Romans chapter 6? ഇത് തന്നെയല്ലേ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്? Romans 6 verse 13. റോമാലേഖനം 6:13. How to present? എങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കണം? Present yourself to God as being alive from dead. You need to die and then you need to present. നമ്മെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്ന രീതിയിൽ സമർപ്പിക്കണം. Lord is speaking about the church in the Old Testament. കർത്താവ് പഴയ നിയമത്തിലെ വിശ്വാസികളോട് സംസാരിക്കുന്നു. Yeah, and he is speaking about the New Testament church. പുതിയ നിയമ സഭയെ കുറിച്ച് പഴയ നിയമ വിശ്വാസികളോട് സംസാരിക്കുക. And when he speaks that 2 bread should be leavened and it should be baked. അപ്പോ പറയുമ്പോൾ 2 അപ്പം അത് പുളിച്ചതും അത് ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ ചുട്ടതും ആയിരിക്കണം. Otherwise God cannot use. അതല്ലാതെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. This is what the New Testament teaches us. ഇത് തന്നെയാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. See, if I give myself, Lord, take me, use me, my living is still there, he cannot use me. നാം ഈ മരണം നമ്മിൽ സംഭവിക്കാതെ പുളിപ്പ് നമ്മിൽ ഉള്ളപ്പോൾ എന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. The Lord will not give his glory to anybody. ദൈവം തന്റെ മഹത്വത്തെ വച്ചുമാറുന്നവനല്ല. And unless our self is dead, we will take glory. നമ്മുടെ സ്വയത്വം മരിക്കാത്തോടത്തോളം കാലം നാം ആ മഹത്വത്തെ കൊള്ളയടിക്കുന്നു. We are very fond of Paul, Apostle Paul. നമുക്ക് പൗലോസിനെ വളരെ നന്നായി അറിയാം. We want to be like Paul. നമുക്ക് പൗലോസിനെ പോലെ ആകാൻ ആഗ്രഹം. If you look at the life of Paul, പൗലോസിന്റെ ജീവിതം നമ്മൾ വീക്ഷിച്ചാൽ what is the success of his life? എന്താണ് തന്റെ വിജയം എന്ന് പറയുന്നത്? This is the success. ഇതാണ് തന്റെ വിജയത്തിന്റെ കാരണം. 1 Corinthians 1 കൊരിന്ത്യർ chapter 15 15-ാം അധ്യായം and verses 31. 31-ാമത്തെ വാക്യം. Yeah, we will go quickly. We have only 5 minutes more. 5 മിനിറ്റേ നമ്മുടെ മുൻപിലുള്ളൂ. 1 Corinthians chapter 15 verses 31. 1 കൊരിന്ത്യർ 15:31. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. I die daily. ഞാൻ ദിനവും മരിക്കുന്നു. Have you noted it? അത് ശ്രദ്ധിച്ചോ? Present to God after your death. ദൈവത്തിന് മരണത്തിന് ശേഷം സമർപ്പിക്കുക. You ask Paul, why are you dying like this? പൗലോസിനോട് നീ എന്തിനു ഇങ്ങനെ മരിക്കുന്നു? He has only one answer. അവന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. That you read in 2 Corinthians 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ chapter 4 verses 10.
10-ാം വാക്യത്തിലേക്ക് വന്നാൽ he says why he is dying daily. ഇവിടെ എന്തുകൊണ്ട് ദിനവും മരിക്കുന്നു എന്നതിന് ഉത്തരം പറയുന്നു. Always carrying about in the body the dying of the Lord Jesus, that the life of Jesus also may be manifested in our body. യേശുവിന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. Yes, he don't want to show his life. അതെ, തനിക്ക് തന്റെ ജീവൻ കാണിക്കാൻ ആഗ്രഹമില്ല. So he dies in order to show forth the life of Christ. അപ്പൊ താൻ തന്നെ മരിക്കുന്നു, കാരണം യേശു ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കേണ്ടതിന് വേണ്ടി. Die to yourself and then you present. സ്വയത്തിനു വേണ്ടി മരിക്കുക, എന്നിട്ട് ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക. This is what Paul has done. ഇതാണ് പൗലോസ് ചെയ്തത്. This is what the Lord is speaking to us. ഇതാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. See, we have certain illustrations in the scripture. തിരുവഴുത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. See, the people whom Lord has used. കർത്താവ് ഉപയോഗിച്ച വ്യക്തിത്വങ്ങൾ. You know, for example, you take Moses. മോശയെ നോക്കുക. How many years did Moses live? എത്ര വർഷം മോശ ജീവിച്ചു? Moses lived 120 years. 120 വർഷം മോശ ജീവിച്ചു. First 40 years. ആദ്യത്തെ 40 വർഷം he wanted to be something for God. കർത്താവിന് ദൈവത്തിന് വേണ്ടി എന്തോ ആകണം എന്ന് ആഗ്രഹിച്ചു. He used his fleshy power to kill one person because he was burning for God. ദൈവത്തിന് വേണ്ടി കത്തിയെരിയുന്നതുകൊണ്ട് ജഡീകമായ ഒരുവനെ കൊന്നു. Lord didn't use. ദൈവം അവനെ ഉപയോഗിച്ചില്ല. So 40 years he was in the palace thinking like this. 40 വർഷം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞു. The Lord sent him another 40 years into the wilderness. മറ്റ് 40 വർഷം മരുഭൂമിയിലേക്ക് തന്നെ അയച്ചു. Tending the sheep. ആടുകളെ മേയ്ക്കാൻ വിട്ടു. He became 80 years old. 80 വയസ്സ് എന്നവനായി. God called him. അവിടെ വെച്ച് ദൈവം അവനെ വിളിച്ചു. Moses, Moses. മോശേ, മോശേ, go and deliver my people. ചെന്ന് എൻ്റെ ജനത്തെ വിടുവിക്കുക. He was reluctant. താൻ അതിനെ നിഷേധിച്ചു. I am not efficient. I am a tammering tongue. A man with tammering tongue. ഞാൻ വിക്കുള്ളവനാണ്, എനിക്ക്. You have to send some other one. മറ്റാരെങ്കിലും അയക്കുക. The Lord was waiting for that. കർത്താവ് ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. 80 years he waited. 80 വർഷം കർത്താവ് കാത്തിരുന്നു. The rest of the 40 years God used to Moses. ശേഷിച്ച 40 വർഷം ദൈവം മോശയെ ഉപയോഗിച്ചു. Why God is not using us? എന്തുകൊണ്ട് ദൈവം നമ്മെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല? Look at the life of Abraham. അബ്രഹാമിന്റെ ജീവിതം നോക്കുക. He came to Canaan at the age of 75. 75 വയസ്സുള്ളവനായി കനാനിലെത്തി. Waited 10 years. 10 വർഷം കാത്തു. He became 85 years. 85 വയസ്സായി. No children. കുഞ്ഞുങ്ങളില്ല. Then Sarah gave an idea. സാറ ഒരു ഐഡിയ കൊടുത്തു. And Ishmael was born. ഇസ്മായിൽ ജനിച്ചു. He became almost 15 to 16 years old. അവൻ 15-16 വയസ്സുള്ളവനായി വളർന്നു. The Lord told him, he is not the heir. I will give you a heir from your wife, Sarah. അവനല്ല അവകാശി, ഞാൻ സാറായിൽ കൂടെ നിനക്കൊരു അവകാശിയെ ജനിപ്പിക്കും. But both of them, we read, I don't want to read, Romans chapter 4 verse 19. റോമാലേഖനം 4:19. You read it in Malayalam. He was as if he was dead. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവതയും ഗ്രഹിച്ചിട്ടും വിശ്വാസം. There it is written, at the age of 100, even the womb of Sarah was dead. അവിടെ എഴുതിയിരിക്കുന്ന 100 വയസ്സ് ചെന്നിട്ട് സാറായുടെ ഗർഭപാത്രവും മരിച്ച അവസ്ഥ. And Abraham also dead. നിർജീവമായ അബ്രഹാമിന്റെ അവസ്ഥ. No children can be brought out of Sarah and Abraham. ഒരു കുഞ്ഞിനെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത അവസ്ഥ. God waited till 100 years. ദൈവം 100 വർഷം വരെ കാത്തുനിന്നു. Because he was able to produce a child before that. അതിനു മുൻപേ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുണ്ട്. But not God's power was not shown till he became dead in his body and Sarah's womb became dead. അതായത് തൻ്റെ ശരീരവും സാറായുടെ ശരീരവും നിർജീവമാകുന്ന അവസ്ഥയിൽ മാത്രമേ ദൈവത്തിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുവാൻ. Let me close by reading one passage the Lord has spoken. ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ വിരാമമിടാൻ ആഗ്രഹിക്കുന്നു. Turn to John's Gospel chapter 12. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. This is spoken by our blessed Lord. നമ്മുടെ കർത്താവ് പറഞ്ഞ ഭാഗം. Look at verses 24. 24-ാമത്തെ വാക്യം. Most assuredly I say to you, unless a grain of wheat falls into the ground and dies, it remains alone. But if it dies, it produces much grain.
യോഹന്നാൻ 12:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. It's the words of the Lord. ഇത് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ. Then immediately after that, അതിന് തൊട്ട് പിന്നാലെ verses 26. 26-ാമത്തെ വാക്യം. If anyone serve me, let him follow me. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. Follow me. എന്നെ അനുഗമിക്കട്ടെ. This is the same word he spoke to his disciples. ഇത് തന്നെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക്. Follow me. എന്നെ അനുഗമിക്കുക. Follow me. എന്നെ പിന്തുടരുക. I will make you. ഞാൻ നിങ്ങളെ ആക്കാം. Follow me. I will make you. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ ആക്കാം. I am the grain of wheat that fall down and died. ഞാനാണ് നിലത്ത് വീണ് ചത്ത് ആ ഗോതമ്പ് മണി. And many fruits have come. അതിൽ നിന്ന് പുറപ്പെട്ട ഫലങ്ങൾ അനേകം. Can you follow me? നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ Can സാധിക്കും? you die to yourself? നിങ്ങളുടെ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ സ്വയത്തിന് വേണ്ടി മരിക്കുമോ? If you die, then many fruits will be there. നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ വളരെയേറെ ഫലം കായ്ക്കും. He who serve me, let him follow me. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കുക. How to present ourselves? എങ്ങനെ നമ്മെ തന്നെ പ്രദർശിപ്പിക്കാം? First we have to die, then we need to present. ആദ്യം നമ്മെ തന്നെ മരിപ്പിക്കുക, എന്നിട്ട് സമർപ്പിക്കുക. May the Lord speak to us. ദൈവം നമ്മളോട് I സംസാരിക്കും. will stop here. ഞാനിവിടെ നിർത്തുന്നു. To be fruitful for the Lord, ദൈവത്തിന് ഫലവത്താകേണ്ടതിന് വേണ്ടി there is a secret. അതിനൊരു രഹസ്യമുണ്ട്. And then the Lord will use. അതിനുശേഷം ദൈവം നമ്മെ ഉപയോഗിക്കും. May the Lord bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you.